ഹലോ, വെൽക്കം ടു മൈ സ്മോൾ വേൾഡ്. ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. എന്തായാലും രാവിലെ കഥകളി ക്ലാസ്സിന് പോകണം. സോ കുളിച്ച് റെഡി ആയിട്ട് എന്നാൽ പിന്നെ അതിന് പോയി വന്ന് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിറങ്ങുമ്പം ഇതിവിടുത്തെ സ്ഥിരം പണിയാണ് കേട്ടോ. ഞാനിറങ്ങുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ ആര് വെളിയിലോട്ട് ഇറങ്ങിയാലും അവൾക്ക് ഇതേപോലെ നമ്മുടെ കൂടെ വരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ വേണ്ടി കൂടെ കയറ്റിയിട്ട് വഴി കൊണ്ട് ഇറക്കി വിടും. അപ്പം ഞാനും മോനും കൂടെ രാവിലെ പോവാണ്. തിരിച്ച് വന്നിട്ട് വേണം ജോലി സ്റ്റാർട്ട് ചെയ്യാൻ. ഞങ്ങൾക്ക് 7 മണിക്കാണ് കഥകളി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കഥകളി ക്ലാസ് കഴിഞ്ഞു വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വേഗം. ഇനിയാണ് എൻ്റെ അംഗം വിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലോഗിൻ ചെയ്തു. ഇനി കുറച്ച് സമയം ജോലി മാത്രം. അവനെ ഞാൻ ഇടയ്ക്ക് പിടിച്ചിരുത്തും ഇതേപോലെ ഒളിമ്പ്യാഡിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്ത് ചെയ്യുക? സ്വന്തം ബർത്ത്ഡേക്ക് സ്വയം ആഹാരം ഉണ്ടാക്കി കഴിക്കണോ? എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി? ഒന്നും കിട്ടിയില്ല. കിട്ടിയോ എപ്പം? ഓ, അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ? ബർത്ത്ഡേ വിഷ് ചെയ്തായിരുന്നോ ആരേലും? ഫോണിൽ നോക്കിയില്ല. അതല്ല, ഇവിടെ ആരും വിഷ് ചെയ്യാനാ? അച്ഛൻ ഹസ്ബൻഡ് വിഷ് ചെയ്തില്ലേ? ഹസ്ബൻഡ് വിഷ് ചെയ്തായിരുന്നോ? ചെയ്തു. മകനാ? മകൻ ചെയ്തില്ല. മകൻ അറിയത്തില്ലേ? മകൻ അറിഞ്ഞാണ് വില. ഓക്കെ, ശരി, എന്നാൽ പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു. ചെറിയൊരു വാട്ടർ ബ്രേക്കാണ് നിങ്ങളാ കണ്ടത്. അമ്മ ദാ അമ്പലത്തിലൊക്കെ പോയി ധാരയൊക്കെ തൊഴുത് തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഉത്ര ആയതുകൊണ്ട് ഉത്രക്കഞ്ഞി കിട്ടും അമ്പലത്തിൽ. അപ്പോൾ ഉത്രക്കഞ്ഞിയും കൊണ്ടുവന്ന് എനിക്ക് തന്നു. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പം കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റു. അപ്പം നോക്കിയപ്പോൾ ദാ വെളിയിൽ ചേട്ടനും അനിയത്തിയും കൂടെ ഫുൾ കഥകളി പ്രാക്ടീസ്. പിന്നെ ഞാൻ കഞ്ഞിയും കൊണ്ട് വന്നപ്പോൾ അവക്കും വേണം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറി. എക്സാമാണ്, സോ പ്രോക്ടറിങ് ഡ്യൂട്ടി. 3 hours ഈസിലി പോവും. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ലോഗ് ഔട്ട് ചെയ്ത് അമ്മയ്ക്കുള്ള കേക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. ഞാൻ സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, രസ്മലായി ഫ്ലേവറിൽ. അത് എൻ്റെ ഒരു സിഗ്നേച്ചർ കേക്കാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഞാൻ ബേക്ക് ചെയ്യുന്ന കേക്ക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രസ്മലായി ഫ്ലേവർ തന്നെയാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അമ്മയ്ക്ക് കുൽഫി ഐസ്ക്രീംസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഐ തോട്ട് ഇത് തന്നെയാണ് പെർഫെക്റ്റ് ഫ്ലേവർ ഫോർ ടുഡേ. ഞാൻ അധികം അലങ്കോലപ്പണികൾ അതിൽ ചെയ്തില്ല. ജസ്റ്റ് ക്രീം മിച്ചം വന്നതുകൊണ്ട് കുറച്ച് ചെറിയ ഡിസൈൻസ് കൊടുത്ത് ആ ലുക്ക് അങ്ങ് ഫിനിഷ് ചെയ്തു. ഇതുണ്ടോ, എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അമ്മയ്ക്കിത് സർപ്രൈസൊന്നും അല്ല, പക്ഷേ എന്തോ ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു അമ്മ അങ്ങ് ആക്ട് ചെയ്തു. നല്ല നാച്ചുറൽ ആയിട്ടുണ്ടല്ലേ ആക്ടിങ്. ഇവിടെ ആരുടെയും ബർത്ത്ഡേക്ക് കേക്ക് കട്ടിംഗ് ഒന്നും അങ്ങനെ പതിവില്ല. ഇതൊക്കെ ഞാനായിട്ട് കൊണ്ടുവരുന്നതാട്ടോ. ഇവിടെ ഉണ്ണിക്ക് മാത്രമേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. കാരണം അവൻ സ്വന്തമായിട്ട് പോയി കേക്ക് വാങ്ങിക്കും, അവൻ തന്നെ കട്ട് ചെയ്യും, അവൻ തന്നെ കഴിക്കും. ഇപ്പം പിന്നെ ടുറ്റുവിന് കേക്ക് കട്ടിങ് നിർബന്ധമാണ്. പിന്നെ എനിക്കും ഇഷ്ടമാണ് സർപ്രൈസസൊക്കെ തരുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ് അമ്മയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും അമ്മയ്ക്ക് യാതൊരു അറിവുമില്ല. കേക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് അമ്മയ്ക്കുള്ളത് തന്നെയാണ്. പിന്നെ അമ്മ അറിയാത്ത പോലെ അങ്ങ് നിന്ന് തന്നു. കേക്ക് എന്തായാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചെറിയൊരു സർപ്രൈസ് ഉണ്ടെന്ന്, അതാണിത് കേട്ടോ. എൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ്, ഒരു സ്മോൾ ഗിഫ്റ്റ് ഫോർ അമ്മ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഐ തിങ്ക് ഷീ ലൈക്ഡ് ഇറ്റ്. ഇത് ടുറ്റുമാണ് സെലക്ട് ചെയ്തത് കേട്ടോ. കണ്ടപ്പോഴേ സാധനം വസ്തു കൈക്കലാക്കി. അത് പിന്നെ കുറച്ച് നേരം കയ്യിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഷീ ലൈക്സ് ബാംഗിൾസ്, മാല, കമ്മൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും കൊച്ചുമക്കളും കൂടെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണേ. എനിക്ക് കുറച്ച് ജോലിയും കൂടെ തീർക്കാനുണ്ടായിരുന്നു. സോ ഞാൻ പോയില്ല. ഒരു കേക്ക് സ്ലൈസൊക്കെ എടുത്ത് ഇനി കുറച്ച് മീ ടൈം ആവാം അല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ടാറ്റാ.